Foreign exchange. Foreign exchange refers to the exchange of one currency for some other currency. ഈ സ്ലൈഡുകളിൽ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് വൺ കറൻസി ഫോർ സം അതർ കറൻസി. ഇൻ എ ടിപ്പിക്കൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എ പാർട്ടി പർച്ചേസസ് സം ക്വാണ്ടിറ്റി ഓഫ് വൺ കറൻസി ബൈ പേയിങ് വിത്ത് സം ക്വാണ്ടിറ്റി ഓഫ് അനദർ കറൻസി. പർച്ചേസിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് ഒരു കമോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഒരു കറൻസി അല്ലെങ്കിൽ മറ്റൊരു കറൻസിയിലായിരിക്കാം അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. The foreign exchange market indicates a market in which various participants are able to buy, sell, exchange and speculate on currencies depending upon their rates. അതായത് സ്പെക്കുലേഷൻ പർപ്പസസിന് വേണ്ടി അല്ലെങ്കിൽ വാങ്ങിക്കാൻ, വിൽക്കാൻ, എക്സ്ചേഞ്ച് ചെയ്യാൻ, ഇതൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നടക്കുന്നത്. Various components and participants that make up ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻക്ലൂഡ്. പല പാർട്ടിസിപ്പൻസും കോമ്പോണൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുണ്ട്, കമേഴ്ഷ്യൽ കമ്പനീസ് ഉണ്ട്, ഹെഡ്ജ് ഫണ്ട്സ്, ഇൻവെസ്റ്റേഴ്സ്, സെൻട്രൽ ബാങ്ക്, ഇതൊക്കെയാണ് അവരുടെ പാർട്ടിസിപ്പൻസ് ആയിട്ട്. റീറ്റെയിൽ ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ഫേംസ് എന്നിവയെല്ലാം. The market mainly determines the foreign exchange rate. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റാണ് റേറ്റ് എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇറ്റ് അസിറ്റ്സ് ദ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൈ എനേബിളിംഗ് കറൻസി കൺവേർഷനിലൂടെ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെ അസിസ്റ്റ് ചെയ്യുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അസിസ്റ്റ് ചെയ്യുന്നു. ഫീച്ചേഴ്സാണ് ഇതിൽ പറയുന്നത്. ഫീച്ചേഴ്സിൽ ആദ്യം ലിക്വിഡിറ്റി. ദിസ് മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ലിക്വിഡിറ്റി. ഹൈ ലിക്വിഡിറ്റി ആണത്. സിൻസ് ദ ഡീലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ഹൈലി ലിക്വിഡ് അസറ്റ്സിലാണ് ഡീലിങ്സ്. അതായത് ക്യാഷിൻ്റെ ടേമിൽ കാർഡ് സിസ്റ്റം ഒന്നുമല്ല. രണ്ടാമത് 24 മണിക്കൂറും അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആഴ്ച 5 ദിവസം. സിൻസ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽസ് വിത്ത് ദ കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് നേഷൻ, thus in case of forex market as one major foreign exchange market closes in one part, another market opens for business. 24 ഒരു ഭാഗത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറും അത് ഫങ്ഷനിങ് ആണ്. ഇനി അടുത്തത് ലെവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലോൺ ഗിവൺ ബൈ എ ബ്രോക്കർ ടു ഹിസ് ഇൻവെസ്റ്ററിന് കൊടുക്കുന്ന ഒരു ഫോം ഓഫ് ലോണിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. വിത്ത് ദിസ് ലോൺ ഇൻവെസ്റ്റേഴ്സ് ആർ ഏബിൾ ടു എൻഹാൻസ് പ്രോഫിറ്റ്. ഈ ഒരു ലോണിലൂടെ, അതായത് ലെവറേജ് എന്ന് പറയുന്നത് ലോണിൻ്റെ ഒരു ഫോമാണ്. ബ്രോക്കറാണ് ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നത്. വിത്ത് ദിസ് ലോൺ ഇൻവെസ്റ്റേഴ്സ് ആർ ഏബിൾ ടു എൻഹാൻസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യമാകുന്നു. Trading volume in this form of market is huge because of the large number of people. ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡുകളിൽ 4 ഫീച്ചേഴ്സാണ് നമ്മളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലിക്വിഡിറ്റി, രണ്ടാമത് ഓപ്പറേറ്റ്സ് 24 hours 5 days a week, മൂന്നാമത്തത് ലെവറേജ്, നാലാമത്തത് ട്രേഡിംഗ് വോളിയം. അടുത്തത് ട്രാൻസ്ഫർ ഫങ്ഷൻ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്? ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിൽ 3 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഒന്ന് ട്രാൻസ്ഫർ ഫങ്ഷൻ, ക്രെഡിറ്റ് ഫങ്ഷൻ, ഹെഡ്ജിങ് ഫങ്ഷൻ. എന്താണ് ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ? വിച്ച് എയ്ഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ആൻഡ് പർച്ചേസിംഗ് പവർ ഫ്രം വൺ കൺട്രി ടു അനദർ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പർച്ചേസിംഗ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്, ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാർക്കറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ സ്മൂത്ത് ഇൻ്റർനാഷണൽ ട്രേഡ് ആക്ടിവിറ്റീസ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് ആക്ടിവിറ്റീസിലേക്ക് സ്മൂത്തായിട്ട് ക്രെഡിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ക്രെഡിറ്റ് ഫങ്ഷൻ. ഹെഡ്ജിങ് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ഫോർ ഊഹാപോഹങ്ങൾ, ഹെഡ്ജിങ് ഫെസിലിറ്റീസൊക്കെ
പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് 3 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ: ട്രാൻസ്ഫർ, ക്രെഡിറ്റ്, ഹെഡ്ജിങ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒന്ന്, ക്യാഷ്. എ ക്യാഷ് ട്രാൻസാക്ഷൻ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് സെറ്റിലിംഗ് ട്രാൻസാക്ഷൻ. ക്യാഷ് പേയ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയും പെട്ടെന്ന് നമുക്കതിൻ്റെ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേയ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ട്രാൻസാക്ഷൻസ് അവിടെ അവസാനിക്കുന്നില്ല. പണം നമ്മുടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കൈകളിലോട്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ ആ ട്രാൻസാക്ഷൻ അവസാനിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ട്രാൻസാക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റാണ് ടേം. സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഡെലിവറി ട്രാൻസാക്ഷൻസ്. These 2 days refers to business days. It represents direct exchange between two currency. Short time framework. അതാണ് സ്പോട്ട്. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ചേഞ്ചസ് ആൻഡ് ആണ് സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ഭാവിയിലുള്ള ഒരു ഡേറ്റിലാണ് നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാകുന്നത്. ട്രാൻസാക്ഷൻസ് വിൽ ബി ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ബയർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും. NDF എന്ന് പറഞ്ഞാൽ ഇറ്റ് കോൺട്രാക്ട്സ് ആർ ഡെറിവേറ്റീവ്സ് വിത്ത് നോ റിയൽ ഡെലിവറബിലിറ്റി. NDFs ആർ ഓഫേർഡ് ബൈ ഫോറക്സ് ബാങ്ക്സ്. അത് NDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആണ് വിത്ത് നോ റിയൽ ഡെലിവറൽ ഉണ്ടാവില്ല. അത് ബാങ്കുകളൊക്കെ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ they are the standardized forward contracts and are usually traded on an exchange created for this purpose. Standardized ആയിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചർ. ഫോർവേഡ് നമ്മൾ പറഞ്ഞു ഇപ്പോഴല്ല, നമ്മൾ പൈസ കുറച്ച് കാലം നമുക്ക് പിടിക്കും. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ളൊരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. They are similar to forward contracts in terms of obligations with an average contract length of 3 months ആണ്. 3 മാസമാണ് അതിൻ്റെ കാലാവധി പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ സിമിലർ ആണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓണർ ഓഫ് ദ ഓപ്ഷൻ ഹാസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു എക്സ്ചേഞ്ച് കറൻസി അറ്റ് എ പ്രീ എഗ്രീഡ് എക്സ്ചേഞ്ച് റേറ്റ്. പ്രീ എഗ്രി ചെയ്യപ്പെടുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതിനെയാണ് ഒബ്ലിഗേഷൻസ് ഇല്ല, റൈറ്റ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത്. ബേസിക് ഫങ്ഷൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ബേസിക് ഫങ്ഷൻ is to determine the foreign exchange rate determine ചെയ്യാം. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ the rate at which one currency is exchanged for another. It can be spot or forward. Spot rate എന്ന് പറയുന്നത് it is the currency exchange rate, whereas forward rate എന്ന് പറയുന്നത് forward contract. എക്സ്ചേഞ്ച് റേറ്റ് ഇസ് എ റിലേറ്റീവ് കൺസെപ്റ്റ്. ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ സ്പോട്ടും ഉണ്ട്, ഫോർവേഡ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. സ്പോട്ട് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം, ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സമയങ്ങളിൽ. ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് 2 ടൈപ്പ് ഉണ്ട്, ഫിക്സ്ഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിളും. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഫ്ലക്ച്വേറ്റ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഇറ്റ് വിൽ ബി ഫ്ലെക്സിബിൾ. The exchange rate which are determined in the foreign exchange market and fluctuate on a moment are flexible rates. They will be constant. Fixed will be constant. Exchange rate isn't determined on the basis of a single factor. It is determined influenced by a variety. പല കാര്യങ്ങളാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി, വെഞ്ചർ ക്യാപിറ്റൽ, ടേംസ് ഓഫ് ട്രേഡ്, ഇതെല്ലാമാണ് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്ലൈഡുകളിൽ നമ്മൾ പറഞ്ഞത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡുകളിൽ കണ്ടു കഴിഞ്ഞത്. താങ്ക്സ് ആണ്. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.